നമുക്കിന്ന് വെയ്റ്റഡ് അരിത്തമാറ്റിക് ആവറേജ് എന്താണെന്നും ഒപ്പം തന്നെ അതിൻ്റെ പ്രോബ്ലംസും പഠിച്ചെടുക്കാം. നോക്കാം. സിമ്പിൾ അരിത്തമാറ്റിക് ആവറേജ് ഗിവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ ദി ഐറ്റംസ്. സാധാരണ നമ്മൾ ഇതുവരെ ചെയ്ത അരിത്തമാറ്റിക് ആവറേജ്, അത് സിമ്പിൾ അരിത്തമാറ്റിക് ആവറേജ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ആ ഒരു സീരീസിലെ എല്ലാ ഐറ്റത്തിനും ഓരോ ഇമ്പോർട്ടൻസ് ആയിരുന്നു കൊടുത്തത്. അതായത് ഒരു ഡാറ്റ സെറ്റിലെ എല്ലാ വാല്യൂസിനും ഓരോ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ആവറേജാണ് സിമ്പിൾ അരിത്തമാറ്റിക് ആവറേജ്. സംടൈംസ് ദ ഐറ്റംസ് ഇൻ എ സീരീസ് മേ നോട്ട് ബി ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് അറിയാം, ചില സമയത്തെങ്കിലും ആ സീരീസിലെ എല്ലാ ഐറ്റത്തിനും ഓരോ ഇമ്പോർട്ടൻസ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഓരോ ഐറ്റത്തിനും ഉണ്ടെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടെ പരിഗണിച്ചുകൊണ്ട് ആണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കുന്നത്. ദ വെയ്റ്റ്സ് ആർ അറ്റാച്ച്ഡ് ടു ഈച്ച് ഐറ്റം ഓൺ ദി ബേസിസ് ഓഫ് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ദി ഐറ്റം ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിൽ അതിൽ റിലേറ്റീവായിട്ടുള്ള ആ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ആ പ്രാധാന്യം അതിനനുസരിച്ചുകൊണ്ട് വെയിറ്റ് അസൈൻ ചെയ്തുകൊണ്ടാണ് വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് വെയിറ്റ് അസൈൻ ചെയ്യുക, എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ നിന്ന് പഠിക്കാം. അതിനു മുമ്പായിട്ട് വെയ്റ്റഡ് ആവറേജിൻ്റെ ഒരു ഡെഫിനേഷൻ കൂടി നമുക്ക് നോക്കാം. ദ ആവറേജ് ഹൂസ് കോമ്പോണൻറ്റ് ഐറ്റംസ് ആർ ബീങ് മൾട്ടിപ്ലൈഡ് ബൈ സർട്ടൻ വാല്യൂസ് നോൺ ആസ് വെയ്റ്റ്സ്. അപ്പോൾ നമുക്കൊരു ഡാറ്റ സെറ്റിലെ കോമ്പോണൻസിനെ നമുക്ക് വെയ്റ്റ്സ് എന്നറിയപ്പെടുന്ന വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് അഗ്രിഗേറ്റ് ഓഫ് ദി മൾട്ടിപ്ലൈഡ് റിസൾട്ട്സ് ആർ ബീങ് ഡിവൈഡഡ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഐറ്റത്തിന് നമ്മൾ അഗ്രിഗേറ്റ് ചെയ്യും, അതിൻ്റെ സം കണ്ടുപിടിക്കും. അതിനുശേഷം നമുക്ക് ആ വെയ്റ്റ്സിൻ്റെ ടോട്ടൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് വെയ്റ്റഡ് ആവറേജ് ലഭിക്കുക. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ഇക്വേഷൻ പ്രകാരം ആ ചെയ്യുന്ന രീതിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇക്വേഷനിലേക്ക് നോക്കിയാൽ സിഗ്മ ഡബ്ല്യു എക്സ്, അതായത് ആ ഡാറ്റ സെറ്റിലെ ഓരോ ഐറ്റത്തിനും അതിൻ്റെ വെയ്റ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ സീരീസിലെ ഓരോ ഐറ്റം, അതിനാണ് എക്സ് എന്ന് പറയുന്നത്. എക്സിനെ അതിൻ്റെ വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ സം കണ്ടുപിടിക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് ആവറേജ് ഹൂസ് കോമ്പൗണ്ട് ഐറ്റംസ് ആർ ബീങ് മൾട്ടിപ്ലൈഡ് ബൈ സർട്ടൻ വാല്യൂസ് നോൺ ആസ് വെയ്റ്റ്സ്. ആ ഐറ്റത്തിന് ഓരോന്നിനെയും വെയിറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് അഗ്രിഗേറ്റ് ഓഫ് ദി മൾട്ടിപ്ലൈഡ് റിസൾട്ട്, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഓരോ ഐറ്റത്തിൻ്റെയും നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ സം കണ്ടുപിടിക്കുന്നു. അതായത് അതിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ടോട്ടൽ സം ഓഫ് ദെയർ വെയ്റ്റ്സിൻ്റെ ടോട്ടൽ കൊണ്ടല്ലേ, വെയിറ്റ് തന്നിരിക്കുന്ന വെയിറ്റുകളുടെ ടോട്ടൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് ലഭിക്കും. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ സൈസ് ഓഫ് ദി ഐറ്റം ഓർ വാല്യൂ ഓഫ് ദി വേരിയബിൾ, തന്നിരിക്കുന്ന വേരിയബിൾസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സൈസ്, അതിനാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്നുള്ളത് നമ്മൾ അതിൽ ഒരു ഐറ്റം നമുക്ക് വെയിറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫൈൻഡ് ദ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ഫോർ ദി ഡാറ്റ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഡാറ്റയിൽ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, എ ബി സി ഡി ഇ എഫ് അത്രയുമാണ് ഐറ്റം നെയിം കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ ഐറ്റത്തിൻ്റെയും എ ഐറ്റം ആണെങ്കിൽ അതിന് പ്രൈസ് പെർ കെ ജി 1 കിലോയ്ക്ക് 4 രൂപയാണ്. ബി ആണെങ്കിൽ 1 കിലോയ്ക്ക് 10 രൂപയാണ്. അങ്ങനെ അതിൻ്റെ പ്രൈസും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഓരോന്നിൻ്റെയും വെയിറ്റും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ തൂക്കവും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എ 70 കിലോഗ്രാം ഉണ്ട്, ബി 30 കിലോഗ്രാമേ ഉള്ളൂ, സി 40 കിലോഗ്രാം ഉണ്ട്. അങ്ങനെ എഫ് ആണെങ്കിൽ 15 കിലോഗ്രാമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ തൂക്കത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഈ ഒരു വെയിറ്റ് കൂടെ പരിഗണിച്ചുകൊണ്ട്, കിലോഗ്രാം കൂടെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ഓഫ് ദി പ്രൈസ് പെർ കെ ജി, അതായത് ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസ് പെർ കെ ജി, ആവറേജ് പ്രൈസ് പെർ കെ ജി എത്രയാണ്, അത് വെയ്റ്റഡ് ആയിട്ട് വെയിറ്റൂടെ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ അതെന്താവും, വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ഓഫ് ദി പ്രൈസ് പെർ കെ ജി ആവും അല്ലേ. അതായത് നമ്മൾ ബിക്കോസ് ഈച്ച് ഐറ്റം ഈസ് ബ്രോട്ട് ഇൻ ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസ് അല്ലേ, നമ്മൾ ഓരോ ഐറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസാണ് വാങ്ങുന്നത് അല്ലേ. ആ തൂക്കത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു വെയിറ്റിന്, തൂക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ടല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കുക. നമ്മൾ അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നമ്മൾ ഐറ്റം, തന്നിരിക്കുന്ന ഐറ്റം നമ്മൾ എടുത്തെഴുതും. ദെൻ പ്രൈസ്, അതിനെ നമ്മൾ എക്സ് എന്ന് എടുക്കും. പ്രൈസാണ് എക്സ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ വെയിറ്റ് ഡബ്ല്യു, അത് നമ്മൾ കിലോഗ്രാം എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ 3 കോളങ്ങളായിട്ട് അതിനെ എഴുതുന്നു. അതിനുശേഷം നമ്മൾ ഡബ്ല്യു എക്സ് അല്ലേ, അതായത് ഈ വെയിറ്റിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡബ്ല്യു എക്സ് കണ്ടുപിടിക്കും. അതായത് 4 × 70 280, 10 × 30 300, 15 × 40 600, 12 × 20 240. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഡബ്ല്യു എക്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കും അല്ലേ. ഇത്ര എണ്ണത്തിൻ്റെ ടോട്ടൽ കൂട്ടി നമ്മൾ താഴെ എഴുതും, 2040 എന്ന് കിട്ടും. അതാണ് സിഗ്മ ഡബ്ല്യു എക്സ്. നമ്മുടെ ഇക്വേഷനിൽ സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു എന്നാണ് കേട്ടോ. ഇവിടെ ഡബ്ല്യു എന്നാണ്. സിഗ്മ ഡബ്ല്യു വെയിറ്റിൻ്റെ ടോട്ടലാണ് എടുക്കേണ്ടത് കേട്ടോ. അതായത് ഇവിടെ എക്സിൻ്റെ ടോട്ടൽ ഒന്നുമല്ല,
വെയിറ്റിൻ്റെ ടോട്ടലാണ് എടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കൂട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് 200 കിട്ടും. അപ്പോൾ 2040 ഭാഗം 200 10 രൂപ 20 പൈസ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതെന്താണ് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ഓഫ് ദി പ്രൈസ് പെർ കെ ജി ഓഫ് വേരിയസ് ഐറ്റംസ് അല്ലേ. നമുക്ക് പ്രൈസിൻ്റെ ആവറേജ് പ്രൈസ് അതിൻ്റെ വെയിറ്റ് കണക്കിലെടുത്തുകൊണ്ടുള്ള വെയ്റ്റഡ് അരിത്തമാറ്റിക് മീനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എക്സാമിനേഷൻ വാസ് ഹെൽഡ് ടു ഡിസൈഡ് ദ അവാർഡ് ഓഫ് എ സ്കോളർഷിപ്പ്. ഒരു പരീക്ഷ നടത്തി, ഒരു സ്കോളർഷിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് പരീക്ഷ നടത്തിയത്. ദ വെയ്റ്റ്സ് ഗിവൺ ടു ദി വേരിയസ് സബ്ജക്റ്റ് വെയർ ഡിഫറൻറ്റ്. നമ്മൾ ഓരോ സബ്ജക്റ്റിനും ഡിഫറൻറ്റ് വെയിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രാധാന്യമുള്ള സബ്ജക്റ്റ് അതിന് കൂടുതൽ വെയിറ്റ് എന്ന രീതിയിൽ നമ്മൾ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് അക്കൗണ്ടിങ്ങിന് നമ്മൾ 4 വെയിറ്റ് കൊടുത്തപ്പോൾ ഇൻകം ടാക്സിന് 3ഉം കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് 2ഉം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന് 1ഉം ഈ രീതിയിലാണ് വെയിറ്റ് അസൈൻ ചെയ്തിരിക്കുന്നത്. ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓൺലി 3 ആപ്ലിക്കൻസ് ഫോർ ദി സ്കോളർഷിപ്പ് ഒബ്റ്റെയിൻഡ് ഓവർ 50% മാർക്ക് ഇൻ ഈച്ച് സബ്ജക്റ്റ്. അപ്പോൾ 3 സബ്ജക്റ്റിൽ പരീക്ഷയാണ് നടത്തിയത്. അതിൽ 50% മാർക്ക് കൂടുതലുള്ള ആളുകളെയാണ് ആദ്യം സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൽ 3 കുട്ടികൾ മാത്രമേ വന്നുള്ളൂ. മാർക്ക് എ ബി സി 3 കുട്ടികളുടെ മാർക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിന് 63, പിന്നെ ബി ആണെങ്കിൽ അത് 60, മാർക്ക് സി ആണെങ്കിൽ സി കിട്ടിയ മാർക്കാണെങ്കിൽ അക്കൗണ്ടിങ്ങിന് 65 അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റിലെ മാർക്കും പറഞ്ഞിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരിൽ നിന്ന് തിരഞ്ഞെടുക്കണം ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഗെറ്റിംഗ് ദ ഹയസ്റ്റ് മാർക്ക് ഗ്രേഡ്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ വ്യക്തി ആരാണോ അവർക്കാണ് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഹൂ ഷുഡ് ഗെറ്റ് ഇറ്റ്, ആർക്കാണ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് മാർക്ക് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഓരോ കുട്ടിയുടെയും വെയ്റ്റഡ് ആവറേജ് മാർക്ക്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ മാർക്ക് 4 വെയിറ്റ് ഉണ്ട്, അതിന് എക്ക് 63 കിട്ടി. ഇൻകം ടാക്സിനാണെങ്കിൽ 3 വെയിറ്റേ ഉള്ളൂ, 65 കിട്ടി. അപ്പോൾ ഓരോ കുട്ടികളുടെയും ഈ വെയ്റ്റഡ് ആവറേജ് മാർക്ക് കണ്ടുപിടിച്ചിട്ട് ഏറ്റവും കൂടുതൽ വെയ്റ്റഡ് ആവറേജ് മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് സ്കോളർഷിപ്പ് നൽകണം അല്ലേ. ആ പേര് നമ്മൾ സജസ്റ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഈ ഒരു ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ABC നമ്മളെല്ലാം കൂടെ ഒറ്റ കോളത്തിൽ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ കേട്ടോ. എയുടെ മാത്രം കണ്ടുപിടിക്കുക, ബിയുടെ മാത്രം കണ്ടുപിടിക്കുക. ഇതുപോലെ ഒറ്റ കോളത്തിൽ എളുപ്പത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മാത്രം. അപ്പോൾ സബ്ജക്റ്റ് ആദ്യം നമ്മൾ എടുത്തെഴുതി അക്കൗണ്ടിങ്, ഇൻകം ടാക്സ്, കോസ്റ്റിംഗ്, ക്യൂറ്റി. അതിനുശേഷം വെയിറ്റ് അല്ലേ, വെയിറ്റ് നമ്മൾ എഴുതി 4, 3, 2, 1. അത് ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സിഗ്മ W നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. നമുക്ക് 10 ലഭിക്കും അല്ലേ. ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 10 ലഭിക്കും. ഇനി എയുടെ കേസിൽ X1 ആദ്യത്തെ ഐറ്റം അല്ലേ, 63 മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. മാർക്കാണ് ഇവിടെ X ആയിട്ട് എടുക്കുക. അപ്പോൾ എയുടെ നമ്മൾ X1 എന്ന് എടുക്കുന്നു, ബിയുടെ നമ്മൾ X2 എന്നും സിയുടെ X3 എന്നും എടുക്കുന്നു. 3 പേരുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ X1 63 × 4 എത്രയാണ്, 252 അല്ലേ. എക്സിന് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ 65 × 3 = 195. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എയുടെ WX കണ്ടുപിടിച്ച് അതിനെ ടോട്ടൽ ചെയ്തു, 633 കിട്ടി. ഇനി നമുക്ക് ബിയുടെയും കണ്ടുപിടിക്കാം. ബിയുടെ അതുപോലെ തന്നെ മാർക്കുകളിൽ എങ്ങോട്ട് എഴുതും, അതിന് നമ്മൾ ഈ വെയിറ്റ് കൊണ്ടല്ലേ 60 × 4 വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 240 കിട്ടും. 64 × 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 192 കിട്ടും. അങ്ങനെ അതിൻ്റെയും ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ സിയുടെ കേസിൽ നമ്മൾ കണ്ടുപിടിക്കണം. 65 മാർക്കാണ്. 65 × 4 260, 70 × 3 210. അപ്പോൾ ആ രീതിയിൽ അതും കണ്ടുപിടിച്ച് അതിനെയും ടോട്ടൽ ചെയ്യുന്നല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ സിഗ്മ W എന്ന് പറയുന്നത് 10 ആണ്. കോമൺ ആയിട്ട് 10 തന്നെയാണ് എല്ലാ കേസിലും വരുന്നത്. ബാക്കി സിഗ്മ WX വ്യത്യാസമുണ്ട് അല്ലേ. എയുടെ കേസിൽ 633, ബിക്ക് 624, സിക്ക് 648 അല്ലേ. അപ്പോൾ നമുക്കിനി വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ഓരോ കുട്ടിയുടെ കണ്ടുപിടിക്കാം. എയുടെ കേസിൽ 633 ഡിവൈഡഡ് ബൈ 10 63.3 കിട്ടും. ബിയുടെ കേസിൽ 624 ഡിവൈഡ് ബൈ 10 62.4 കിട്ടും. സിയുടെ കേസിൽ 648 ഡിവൈഡ് ബൈ 10 64.8 കിട്ടും അല്ലേ. അപ്പോൾ ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ടുള്ള വെയ്റ്റഡ് അരിത്തമാറ്റിക് മാർക്കുള്ളത് ആർക്കാണ്, 64.8 ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ. അപ്പോൾ ഹെൻസ് ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ഫോർ സ്കോളർഷിപ്പ്. അതുകൊണ്ട് സിക്കാണ് സ്കോളർഷിപ്പിന് അർഹതയെന്ന് ഈ രീതിയിലൊരു കമൻറ്റ് കൂടെ എഴുതി വെക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാം. ഇതുപോലെ പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഇത് ചെയ്ത് പഠിക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എം ബോട്ട് 3 മെഷീൻസ് 3 മെഷീനുകൾ ഒരു കമ്പനി വാങ്ങിച്ചു ഓൺ 1/1/2024 ആൻഡ് ഡിസൈഡ് ടു റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആസ് ഫോളോസ്. ഓരോ മെഷീനറിയിലും ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യാൻ എന്ത് തീരുമാനിച്ചു. ഡിപ്രീസിയേഷൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മെഷീൻ എക്ക് 6%, ബിക്ക് 4%, സിക്ക് 3%. അപ്പോൾ അത്ര പെർസെൻറ്റേജ് വെച്ചാണ് ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യുന്നത് എഴുതി തള്ളുന്നത്. അതുപോലെ മെഷീനറിൻ്റെ കോസ്റ്റും പറഞ്ഞിട്ടുണ്ട് 6000, 3000, 1000 അല്ലേ. അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ആവറേജ് ഡിപ്രീസിയേഷൻ റേറ്റ് ഫോർ ദ ഇയർ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് എല്ലാം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് വെയ്റ്റഡ് ആവറേജ് ഡിപ്രീസിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഓരോന്നിനും കോസ്റ്റ് ഡിഫറൻ്റ് ആണല്ലേ. ഡിപ്രീസിയേഷൻ്റെ റേറ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ ആവറേജ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് നമ്മൾ മെഷീനറി ABC എന്ന് എഴുതി. കോസ്റ്റ് തന്നിരിക്കുന്നത് കോസ്റ്റിൻ്റെ ബേസിലാണല്ലേ. അപ്പോൾ കോസ്റ്റിനെ നമ്മൾ വെയിറ്റ് ആയിട്ട് എടുത്തു. 6000, 3000, 1000 നമ്മൾ എടുത്തെഴുതി.
ദെൻ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് പെർസെൻറ്റേജിലാണ് പറഞ്ഞിരിക്കുന്നത്. 6%, 4%, 3% അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ നമ്മളിവിടെ എക്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിപ്രീസിയേഷൻ, ആവറേജ് ഡിപ്രീസിയേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഡിപ്രീസിയേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ് ഡിഫറൻ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ വെയിറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ കോസ്റ്റ് ഇൻറ്റു ഡിപ്രീസിയേഷൻ അല്ലേ. അതായത് WX കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കോസ്റ്റിനെ നമ്മൾ ഡിപ്രീസിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6000 ഇൻറ്റു 6%, 6000ന് 6% എത്രയാണ്? 360 കിട്ടും. 3000 ഇൻറ്റു 4%, 120 കിട്ടും. 1000 ഇൻറ്റു 3%, 30 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് WXും കിട്ടി. WXൻ്റെ ടോട്ടൽ എടുക്കുക, സിഗ്മ WX 510 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സിഗ്മ W എത്രയാണ്? 10,000 ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ പറയുന്നിരിക്കുന്നത് ഇവിടെ ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജിലാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ നടത്തുമ്പോൾ 510 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 100 എന്ന് എഴുതണം. എങ്കിലേ നമുക്ക് ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് ലഭിക്കുകയുള്ളൂ. ആ കാര്യം ഓർത്തിരിക്കുക. 5.1 എന്നുള്ളത്. അപ്പോൾ അതായത് 510 ഡിവൈഡ് ബൈ 10,000 മാത്രം എഴുതിയാൽ പോരാ, നമ്മളതിനെ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതായത് 510 ഇൻറ്റു 100 ബൈ 10,000 എന്നാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. അപ്പോൾ 5.1% എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ 3 ഡിഫറൻറ്റ് പ്രോബ്ലംസ് നമുക്ക് വെയ്റ്റഡ് ആവറേജ് മീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു. 3 നന്നായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.